അടുത്ത മുഖ്യമന്ത്രി ആരാണ്? UDF വന്നാൽ, LDF വന്നാൽ പിണറായി വിജയനാണ്, തർക്കമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ മന്ത്രിമാരാര് എന്നുള്ള ചോദ്യമേ ഉള്ളൂ. അത് തന്നെ മിക്കവാറും രാജീവോ അല്ലെങ്കിൽ പിന്നെ ബാലഗോപാലോ MP രാജേഷോ, പിന്നെ വേണമെങ്കിൽ ശൈലജ ടീച്ചർ ജയിച്ചാൽ ഇനിയിപ്പോൾ പഴയ പരാതി തീരാൻ വേണ്ടി ശൈലജ ടീച്ചർക്കോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആളുകൾക്ക്, പിന്നെ IB സതീഷിനെ പോലെ ആളുകൾ ജയിച്ച IB സതീഷിനോ, TK മുരളി ജയിച്ചാൽ TK മുരളിക്കോ, ഇങ്ങനെ കുറേ ജയിക്കുന്ന ആളുകൾക്കെല്ലാം കൊടുക്കുമായിരിക്കും. അത് പിന്നെ ഓരോ വിഭാഗത്തിലുള്ള ആളുകൾക്കെല്ലാം കൊടുക്കും, അതൊക്കെ. പക്ഷേ UDF വന്നാൽ മുഖ്യമന്ത്രിയായി വരുന്നത് VD സതീശനാണോ, KC വേണുഗോപാലാണോ, രമേശ് ചെന്നിത്തലയാണോ എന്നുള്ളത് വലിയൊരു തർക്കത്തിൽ കിടന്നു. പക്ഷേ തീരുമാനം വന്നു കഴിഞ്ഞു. ഇനി അതിനകത്ത് തർക്കമില്ല. 10-30 സീറ്റിനകത്ത് മത്സരിക്കുകയും അത്രത്തോളം നല്ല സീറ്റ് പിടിക്കുകയും ചെയ്യുന്ന ലീഗ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. VD സതീശൻ തന്നെ മുഖ്യമന്ത്രി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് 40 സീറ്റുണ്ടായിരുന്ന, പ്രതിപക്ഷത്തിന് 40 സീറ്റുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളെയും തൃക്കാക്കരയിലെയും അതുപോലെ കോട്ടയത്തെ പുതുപ്പള്ളിയിലെയും അതുപോലെ പിന്നെ പാലക്കാടെയും നിലമ്പൂരിലെയും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളെ ജയിപ്പിക്കുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വലിയ വോട്ട് പിടിക്കുകയും ഒക്കെ ചെയ്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് 2 പ്രാവശ്യവും 19 സീറ്റ് വീതം പിടിക്കുന്നതിനൊക്കെ ഇലക്ഷൻ മാനേജരായിട്ടൊക്കെ നിന്ന വളരെ പ്രമുഖനായിട്ടുള്ള VD സതീശന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം എന്നാണ് അഭിപ്രായം വന്നിരിക്കുന്നത്. എന്തായാലും അത് തന്നെ നടക്കാനാണ് സാധ്യത. കാര്യം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ സീറ്റുണ്ട്, അവരുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്. അപ്പോൾ എന്തായാലും പാണക്കാട് എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. VD സതീശൻ തന്നെ മുഖ്യമന്ത്രി. പക്ഷേ സതീശൻ ഇതിനു വേണ്ടി ഒരു ചെറിയ പണി ചെയ്തു എന്നൊരു കരക്കമ്പിയുടെ ഉണ്ട്. ഇന്നലെ സതീശനൊരു അടിയടിച്ചു. സതീശ് ഏതോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഗീതയോ അല്ലെങ്കിൽ മഹാഭാരതമോ രാമായണമോ എന്താണെന്ന് തോന്നുന്നു, ഏതോ ഹിന്ദു പുസ്തകമാണ് വായിച്ചുകൊണ്ടിരുന്നപ്പോഴൊരു ഉൾവിളി ഉണ്ടായി. അവിടെ നബി തിരുമേനിയാണ് ആദ്യം ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞത്, പിന്നെയാണത് പരന്നതാണെന്നൊക്കെയുള്ള വിശ്വാസം വന്നെന്ന് പറഞ്ഞ് ഭൂമിയെ ഒന്ന് ഉരുട്ടി. അപ്പോൾ ആ ഉരുട്ടലിൽ ലീഗുകാർ വീണു. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ ഒരു കാര്യം വന്നു. ലീഗുകാരെ ഒന്ന് സ്നേഹത്തലോടൽ നടത്തി സതീശനെ വലിയ സ്നേഹത്തലോടൽ ലീഗ് നടത്തി. അടുത്ത മുഖ്യമന്ത്രി സതീശൻ തന്നെ, VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് ലീഗ് പറഞ്ഞു. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല കേരള യാത്ര കുറച്ച് ദൂരം പോയതാണ്, പക്ഷേ അത് വഴിയിൽ വെച്ച് നിർത്തും. കൊല്ലം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്, കൊല്ലത്ത് വെച്ച് നിർത്തുമെന്നാണ് തോന്നുന്നത് കേരള യാത്ര. അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെ പുസ്തകം ഇറങ്ങി, അതുകൊണ്ട് ഇനി അതിൻ്റെ അടുത്ത പതിപ്പ് ഇറക്കുന്നില്ല, അത് വിൽപ്പന നിർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കടയടയ്ക്കുക, പോവുക, അടുത്ത ഉത്സവപ്പറമ്പിലേക്ക് പോവുക. ഈ സീസണിൽ 2026 മെയ് 4-ന് UDF വന്നാൽ, അവിടെ അധികാരത്തിൽ വന്നാൽ അവിടെ മുഖ്യമന്ത്രിയാകുന്നത് VD സതീശൻ തന്നെയായിരിക്കും. പാണക്കാട് ലീഗ് ഹൗസിൽ നിന്ന് തീരുമാനം വന്നു കഴിഞ്ഞു. ഇനി വേറെ ചർച്ചയില്ല. തീർച്ചയായിട്ടും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ. വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിയാകാം, KC വേണുഗോപാലിന് വേണമെങ്കിൽ ധനകാര്യമന്ത്രിയാകാം, അല്ലെങ്കിൽ തിരിച്ചൊക്കെ ആകാം, ബാക്കി കുറേ മന്ത്രിമാരുമാകും. എന്തായാലും VD സതീശൻ ഭരിക്കും. UDF വന്നാൽ നമുക്കറിയില്ല ആരാണ് വരുന്നതെന്നറിയില്ല. BJP പറയുന്നു തൂക്കുസഭ വരുമെന്ന്, പിന്നെ പലരും പലതാണ് പറയുന്നത്. എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ എന്ത് വന്നാലും UDF അധികാരത്തിൽ വന്നാൽ, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ലീഗ് പ്രഖ്യാപിച്ചാൽ അതൊരു ഒന്നൊന്നര പ്രഖ്യാപനമാണ്. പിന്നെ രണ്ടാമതൊരു ചൊല്ലലില്ല. ഇളയാപ്പന്മാരും മൂത്താപ്പന്മാരും എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും VD സതീശനെ, UDF വന്നാൽ VD സതീശൻ മുഖ്യമന്ത്രി. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ബാക്കി ആളുകളും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ബാക്കി ഒത്തിരി പേരുണ്ടല്ലോ, നിങ്ങൾ ദയവായി മീറ്റിംഗ് കൂടി VD സതീശനെ വിളിക്കേണ്ട. മറ്റ് മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോകൾ, വകുപ്പുകൾ നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് VDയോട് അറിയിക്കുക, അല്ലെങ്കിൽ ലീഗിനോട് അറിയിക്കുക. ഇനി നിങ്ങൾ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയൊന്നും കൂടിയൊന്നും സമയമൊന്നും കളയണ്ട. ലീഗുകാർ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നേരത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തെങ്കിലും ഡീലുണ്ടോ എന്നുള്ള കാര്യവും നമുക്കറിയണം. എന്തായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് കൊടുക്കുക, അല്ലെങ്കിൽ 6 മന്ത്രിമാർ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്, അത് കൊടുക്കുക. ഇപ്പുറത്ത് എന്ത് ചെയ്യുക? VD സതീശൻ മുഖ്യമന്ത്രി ആകട്ടെ.